ഫ്രണ്ട്സ്, അപ്പോഴേ ഇന്നലെ പെട്ടെന്നായിരുന്നു, ഉച്ചയായി 2 മണി കഴിഞ്ഞ് വിളിച്ച് പറയുന്ന ചേച്ചി അമ്മ പണിയെടുത്തുനിന്ന് അമ്മയുടെ പുറത്തൂടെ ഒരു കമ്പ് വന്ന് വീണ്. അപ്പോഴും ഞാൻ ഒന്ന് വേറെ അറിയില്ല, കമ്പ് വന്ന് വീണ് ഒടിവെന്തോണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിരിക്കുകയാണെന്ന്. ഞാൻ പെട്ടെന്ന് ചേട്ടനെ വിളിച്ച് ഞാൻ ബാഗൊക്കെ കാണും, എന്തായാലും എനിക്ക് അവിടെ തിരിച്ചു വരാൻ പറ്റൂല, അതിലിങ്ങോട്ട് വീട്ടിലോട്ട് വരാൻ പറ്റും. അപ്പോൾ ഇവാൻ്റെ ഡ്രസ്സെല്ലാം എടുത്ത് ഞാൻ പാക്ക് ചെയ്ത് ഇറങ്ങി. നമ്മൾ നെയ്യാറ്റിങ്കര കഴിയാറായി. അപ്പോൾ വിളിച്ചു പറയുന്നു ഇവിടുത്തെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ നിന്ന് നെയ്യാറ്റിങ്കരോട്ട് കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ അവിടെ ഹോസ്പിറ്റലിൽ പോയിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ വന്നു, കാഷ്വാലിറ്റി കാണിച്ച്. സെക്യൂരിറ്റികളൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ അവിടെ, തിരക്കുണ്ടായിരുന്നാൽ ഞാൻ ആദ്യം അമ്മയെ കയറ്റി. ചോദിച്ചപ്പം അവർ പറഞ്ഞതെന്ന് വെച്ചാൽ അവർക്ക് അറിഞ്ഞൂടോട് കൊണ്ടുവന്ന് മരുന്ന് തരാം, ഇല്ലെങ്കിൽ മെഡിക്കൽ കോളേജിലോട്ട് എഴുതി തരാമെന്ന്. എന്തിനാണ് ജനറൽ ആശുപത്രി തുറന്നു വെച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. നെയ്യാറ്റിങ്കര ആശുപത്രി എന്തിനാണ് രാവിലെ 8 മണി തൊട്ട് 1 മണി വരെ ഉള്ളെന്ന്. ഒന്ന് വൈകിട്ട് വരെ ഇരുന്ന ഈ പാവങ്ങൾക്ക് വീട്ടിൽ വന്ന് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോഴേ ഞാൻ പിന്നെ വിചാരിച്ച് അവിടെ നിന്ന് നേരെ പുറത്ത് ഡോക്ടർ ഇരിക്കണം, അവിടെ കാണിക്കാമെന്ന് എഴുതി അങ്ങോട്ട് അവിടെ ഡോക്ടറിനെ കാണിച്ച് 250 ഫീസും കൊടുത്ത്. വേറെ കുഴപ്പമില്ല, ചതവേ ഉള്ളൂ ഭാഗ്യത്തിന്, ഞങ്ങളുടെ ഭാഗ്യത്തിന് അത്രേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല പെയിനും കാര്യമാണ്. പിന്നെയാണ് അറിയുന്നത് അമ്മയുടെ മുകളിൽ കണ്ടത്ത് മരം മുറിച്ചുകൊണ്ടിരുന്ന ആളാണ് വെട്ടി മുറിച്ചിട്ട് കൊടുത്തതെന്ന്. ഇങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഥ കേട്ടോണ്ടിരിക്കുകയാണ് കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് ഇരിക്കണം. എനിക്കും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വെച്ചാൽ സമ്മതിക്കൂല. വീട്ടിലൊക്കെ വന്ന് കേട്ടോ ഫ്രണ്ട്സ്. അത് കഴിഞ്ഞ് അവർ തന്നെയാണ് ആശുപത്രി കാര്യങ്ങളൊക്കെ നോക്കി, ഉടമസ്ഥൻ അവരാണ് ആശുപത്രി പൈസ എല്ലാം കൊടുത്തത്, വണ്ടിക്കും. അങ്ങനെ വന്ന് ഇപ്പം ഏതാ ഇവിടെ ഇരിപ്പുണ്ട് ചേട്ടാ. ഈ ഇവാനാണെങ്കിൽ നല്ല ചട്ടം, നല്ല കുരുത്തക്കേടുണ്ട്, ഒരു കാര്യം ഒരിടത്ത് അടങ്ങിയിരിക്കൂല. അപ്പം ഇന്നത്തെ ലോങ് വീഡിയോ അത്രേ ഉള്ളൂ. ചേച്ചിയൊക്കെ വന്നിട്ട് പോയി, അതാണ് വീഡിയോ പകുതി വെച്ച് കട്ട് ചെയ്യേണ്ടി വന്ന ലോങ് വീഡിയോ. അപ്പോഴേ ഇത്രയേ ഉള്ളൂ. അവർ പോയി, അവരമ്മയെ കാണാൻ വന്നത്. അവർ മലക്കറി മീനൊക്കെ കൊണ്ടുവന്നു. നാളെ നമുക്ക് മീൻ കറിയും വയ്ക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റ. എല്ലാം സപ്പോർട്ട്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടേ പോവാവൂ. പിന്നെ ഈ വീഡിയോ എനിക്ക് സ്ഥിരമായിട്ട് കുറേ പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്, അവർ സ്ഥലം എവിടെയാണെന്ന് കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓരോരുത്തർ പേരെടുത്ത് പറയണില്ല, എന്നാലും വത്സലമ്മ, അശ്വതി, നവ്യ, നവ്യോ അങ്ങനെ കുറേ പേര് സ്ഥിരമായിട്ട് എനിക്ക് കമൻറ്റ് ഇടുന്നവരുണ്ട്. എല്ലാവരും സ്ഥലം എവിടെയാണെന്നും കൂടി കമൻറ്റ് ചെയ്യണം കേട്ടോ. ടാറ്റാ ടാറ്റാ പറ.